പ്യാരെ ദോസ്തോ ആദാബ്. പ്രിയപ്പെട്ട കുട്ടികളെ, നാം 5ാം ക്ലാസ്സിൽ പുതുതായിട്ട് തിരഞ്ഞെടുത്ത ഒരു ഭാഷയാണല്ലോ ഉറുദു. ഉറുദുവിൽ നാം അഭിമുഖീകരിക്കാൻ പോകുന്ന ഫസ്റ്റ് ടേം എക്സാം, പാദവാർഷിക പരീക്ഷ, നമ്മൾ ഓണപ്പരീക്ഷ എന്നൊക്കെ പറയുന്ന പരീക്ഷയാണ് നമ്മളെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഈ പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓരോ ക്വസ്റ്റ്യൻസും അത് വായിക്കുന്നു, അതിൻ്റെ മീനിങ് പറയുന്നു, അത് എങ്ങനെ ചെയ്യേണ്ട രൂപങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാലും ആ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളാണ് മുകളിൽ മലയാളത്തിൽ കൊടുത്തിട്ടുള്ളത്. അതിന് തൊട്ട് മുകളിലായിട്ട് നോക്കൂ, നിങ്ങൾ ഉത്തരം എഴുതാനുള്ള ഷീറ്റും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയാകുന്നു. വേറെ A4 ഷീറ്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആൻസർ ഷീറ്റിലോ ഒന്നുമല്ല നമ്മൾ 5ാം ക്ലാസ്സിലെ ഉറുദു പരീക്ഷ എഴുതുന്നത്. ഇതിൽ തന്നെയാണ്, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയാണ് നമ്മൾ എഴുതുന്നത്. പേരെഴുതുന്നു, ക്ലാസ്, ഡിവിഷന്, നമ്പർ. നിങ്ങൾക്ക് ക്ലാസ് കിട്ടിയിട്ടുണ്ടാകും, റോൾ നമ്പർ, അതാണ് നമ്പർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ പിന്നെ താഴെ തന്നു നോക്കൂ നിർദ്ദേശങ്ങൾ. ആദ്യത്തെ 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്, കൂൾ ഓഫ് ടൈം നമ്മൾ പറയും, അതാണ് ഒരു നിർദ്ദേശം. അപ്പം 15 മിനിറ്റ് നമുക്ക് ചോദ്യങ്ങൾ സാവകാശം വായിച്ച് മനസ്സിലാക്കാനുള്ള സമയമാകുന്നു. ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നതിന് ഈ സമയം ഉപയോഗിക്കേണ്ടതാണ്. നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉത്തരം എഴുതുക. തന്നിരിക്കുന്ന 6 പ്രവർത്തനങ്ങളിൽ 5 പ്രവർത്തനങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതുക. അപ്പം ടോട്ടൽ എത്ര ആക്ടിവിറ്റി ഉണ്ടാവും? 6 ആക്ടിവിറ്റി ഉണ്ടാവും. അതിൽ 5 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. 6ാമത്തെ പ്രവർത്തനത്തിന് നിർബന്ധമായും ഉത്തരം എഴുതിയിരിക്കണം. അങ്ങനെ 6 തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലെ തരും, 6ാമത്തെ കമ്പൽസറി ആണെന്ന് പറയും. അപ്പോൾ 6ാമത്തെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ 6ാമത്തെ അടക്കം 5 എണ്ണം എഴുതുക. 1ാമത്തെ പ്രവർത്തനം നമ്മൾ വായിച്ചു പോവുകയാണ്. സർഗർമി 1 എന്ന് വെച്ചാൽ ആക്ടിവിറ്റി 1. ദാനിഷ് കോ സ്കൂൾ സെ നയി കിതാബ് മിലി. ദാനിഷിന് സ്കൂളിൽ നിന്ന് പുതിയ പുസ്തകം കിട്ടി. ഉസ്മേ തറ തറക്കി, അതിൽ പലതരത്തിലുള്ള തസ്വീറേ ഹൈ, ചിത്രങ്ങളൊക്കെ ഉണ്ട് ആ പുതിയ പുസ്തകത്തിൽ. ഇനി ചോദ്യം നോക്കൂ. ബച്ചോ, കുട്ടികളെ, ഏ തസ്വീറേ ഓർ സേ ദേക്കിയെ, ഈ ചിത്രങ്ങൾ ശ്രദ്ധാപൂർവം നോക്കുക. ഓർ മുനാസിബ് നാം ചുൻകർ ലിഖിയെ, അതിന് ചേർന്ന പേരുകൾ, ആ ചിത്രത്തിനോട് ചേർന്ന പേരുകൾ എടുത്തെഴുതുക. എവിടുന്ന് എടുത്തെഴുതാറുള്ളത്? ഈ കാണുന്ന ഇതിൽ നിന്നാണ് ആ ചിത്രങ്ങൾക്ക് നേരെ നിങ്ങൾ പൂരിപ്പിക്കേണ്ടത്. 1ാമത്തെ നോക്കൂ, ഗുഡിയ, അത് എവിടെയാണ് എഴുതേണ്ടത്? നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഗുഡിയ എവിടെയാണ് എഴുതേണ്ടത്? ഇതിൻ്റെ നേരെ. ബില്ലി, ബില്ലി എവിടെ എഴുതേണ്ടത്? ഇവിടെ. കിതാബ്, കിതാബ് ഇതിൽ ഇല്ല, അപ്പം കിതാബ് എഴുതണ്ട. ഗേന്ദ്, ബോള്, പന്ത്. ടോപ്പി ഇവിടെയാണ്. ഇതാണ് 1ാമത്തെ ആക്ടിവിറ്റിയിലെ ഒരു ചോദ്യം. ഇനി അതിൽ 1ാമത്തെ ആക്ടിവിറ്റി 2ാമത്തെ ചോദ്യം നോക്കൂ. ദാനിഷ് ഖുഷി ഖുഷി അപ്നി കിതാബ് കെ ബാരെ മേ കഹനെ ലഗ. ദാനിഷ് സന്തോഷം കൊണ്ട്, ഖുഷി എന്ന് പറഞ്ഞാൽ ഹാപ്പി, സന്തോഷം കൊണ്ട്, അപ്നി കിതാബ് കെ ബാരെ മേ, തൻ്റെ പുസ്തകത്തെ കുറിച്ച്, കഹനെ ലഗ, പറയാൻ തുടങ്ങി. എങ്ങനെയാണ് പറയുന്നത്? ഏ കിതാബ് ഹേ, ഇത് ബുക്കാകുന്നു, ദിസ് ഈസ് ബുക്ക്. ഏ ചോട്ടി കിതാബ് ഹേ, ഇത് ചെറിയ ബുക്കാകുന്നു. മേരി കിതാബ് അച്ചി ഹേ, എൻ്റെ പുസ്തകം നല്ല പുസ്തകമാകുന്നു. മേരി കിതാബ് മേ തസ്വീറേ ഹൈ, എൻ്റെ കിതാബിൽ, എൻ്റെ പുസ്തകത്തിൽ ചിത്രങ്ങളുണ്ട്. അപ്പോൾ ദാനിഷ് സന്തോഷത്തോടു കൂടെ ഈ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞ സെൻറ്റൻസുകൾ അല്ലെങ്കിൽ ജുംലകളാണ് ഈ പറഞ്ഞത്. ഈ കിതാബ് ഹേ, ചോട്ടി കിതാബ് എന്നൊക്കെ. ഇത് നോക്കുക ചോദ്യം. ബച്ചോ, ഇസി തറ ആപ്പ് ബി പസന്ദീദ ഏക് ചീസ് കെ ബാരെ മേ. ഇസ് തറ, ഇതുപോലെ, ഇസി തറ, ഇതുപോലെ, ആപ്പ് ബി, താങ്കളും നിങ്ങളും, പസന്ദീദ ഏക്, ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു, ചീസ് കെ ബാരേമേ, സാധനത്തെക്കുറിച്ച്, 3 ജുംല ലിഖിയെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം, ഗുഡിയ, ഗേന്ദ്, അല്ലെങ്കിൽ അമ്മി, അല്ലെങ്കിൽ ദൂത്, ഗായ്, ബില്ലി, ഏതെങ്കിലും സാധനത്തിനെ കുറിച്ച് നിങ്ങൾ ജുംല ഉണ്ടാക്കുക. അപ്പോൾ ഏ ബില്ലി ഹേ, ഏ ഖൂബ്സൂറത്ത് ഹേ, പിന്നെ എന്താണ്, അങ്ങനെ ഇല്ലേ പഠിച്ച യെ തോത്താ ഹേ, इसका रंग हरा है, ये अम्मी है, अम्मी अच्छी है,
യേ ഗുഡിയ ഹേ, യേ മേരി ഗുഡിയ ഹേ, യേ ഗുഡിയ ഖൂബ്സൂറത്ത് ഹേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ എഴുതുക. എന്തിനെ കുറിച്ച് നിങ്ങൾക്ക് സെൻറ്റൻസ് ഉണ്ടാക്കുക. സെൻറ്റൻസ് നമ്മൾ ജുംല എന്നാണ് പറയൽ. ഇനി നോക്കൂ രണ്ടാമത്തെ ആക്ടിവിറ്റി. ദാനിഷ് നൈ കിതാബ് കാ ഏക് ഗീത് തറന്നം സേ ഗാനേ ലഗ. ദാനിഷ് പുതിയ പുസ്തകത്തിലെ ഒരു പാട്ട് ഈണത്തിൽ പാടാൻ തുടങ്ങി. തറന്നം സേ ഈണത്തിൽ, ഗാനേ ലഗ എന്ന് പറഞ്ഞാൽ പാടാൻ തുടങ്ങി. ബച്ചോ ആപ് ബി ദാനിഷ് കെ സാത്ത് യേ ഗീത് തറന്നം സേ ഗായിയെ. ദാനിഷിൻ്റെ കൂടെ ചേർന്ന് നിങ്ങളും ഈ പാട്ടൊന്ന് പാടി നോക്കൂ. അപ്പം പരീക്ഷയ്ക്ക് നമുക്ക് പാട്ട് പാടാം, ചിലപ്പോൾ സമയം ഉണ്ടാവില്ല, അപ്പോൾ പെട്ടെന്ന് വായിച്ചു പോകേണ്ടി വരും. അപ്പോൾ എന്നിട്ട് നമുക്ക് ഈണം പിന്നെ നമുക്ക് കണ്ടെത്താം. അപ്പോൾ ഈ പാട്ട് ആദ്യം നമ്മൾ ചൊല്ലി നോക്കാം അല്ലേ. മേരി അമ്മി പ്യാരി ഹേ, ഇത് വേണമെങ്കിൽ ഈണത്തെ ചൊല്ലാം. മേരി അമ്മി പ്യാരി ഹേ മുझको दूध पिलाती है, मेरी दादी न्यारी है मुझको लोरी सुनाती है, मेरे अब्बा अच्छे है मुझको कपड़े लाते हैं, मेरे दादा सच्चे है गुड़िया लेकर आए है. ഓക്കെ, ഇതാണ് പദ്യം, ഗീത് പാട്ട്. ഇനി ഒന്നാമത്തെ ചോദ്യം. ബച്ചോ കുട്ടികളെ, ഗീത് മേ ചന്ദ് ഹമ്മാവാസ് അൽഫാസ് ഹേ. ഈ പാട്ടിൽ കുറച്ച് റൈമിംഗ് വേർഡ്സ് ഉണ്ട്, ഹമ്മാവാസ് അൽഫാസ് ഉണ്ട്. അപ്പോൾ ഉദാഹരണത ലായേ ഹേ, ആയേ ഹേ ഇതുപോലെ തിരഞ്ഞെടുത്ത് എഴുതുക. വേണമെങ്കിൽ ഇതാ ഒന്നാമത് നോക്കൂ, മേരി പ്യാരി, ഇത് രണ്ടും പറ്റും, മേരി പ്യാരി. അതുപോലെ പിലാത്തി സുനാത്തി, അത് റൈമിംഗ് വേർഡാണ്. പിന്നെ ഇവിടെ അച്ചേന്നുണ്ട്, താഴെ സച്ചേന്നുണ്ട്. പിന്നെന്താണ് ലായേ ആയേ, ഇതൊക്കെ റൈമിംഗ് വേർഡാണ്. ഇപ്പോൾ അത് എഴുതാനുള്ളതാണ് ആ പ്രവർത്തനം. ഇവിടെ രണ്ടെണ്ണം എഴുതാനാണ് പറഞ്ഞത്, ദോ ഹമ്മാവാസ് അൽഫാസ്. യെസ്. ഇനി അതിൽ ബി എന്ന് വെച്ചാൽ രണ്ടാമത്തെ പ്രവർത്തനം. ബച്ചോ ഇസ് ഗീത് മേ ചന്ദ് ഗർവാലോം കെ നാം ആയേ ഹേ. ഗർവാല എന്ന് പറഞ്ഞാൽ വീട്ടുകാരുടെ പേരൊക്കെ ഈ പദ്യത്തിൽ വന്നിട്ടുണ്ട്. ആപ്കെ ഗർ മേ കോൻ കോൻ ഹേ, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, ഉൻകെ നാം ലിഖിയേ, അതിൻ്റെ പേരെഴുതുക. അപ്പോൾ നമുക്ക് ആരൊക്കെ ഉണ്ട് നമ്മൾ പഠിച്ചില്ലേ, അമ്മി, അബ്ബ, ബായി, ബഹൻ, ദാദ, ദാദി, അങ്ങനെയൊക്കെ ഇല്ലേ. അത് ഏതെങ്കിലും എന്ത് ചെയ്യുക, രണ്ടോ മൂന്നെണ്ണം വെച്ചിട്ട് എഴുതുക. ഇവിടെ രണ്ടെണ്ണം എഴുതിയാലും മതി. അമ്മി അബ്ബ എന്ന് എഴുതിയാൽ തന്നെ മാർക്കായി വീട്ടിലുള്ള ആളുകളെ. അതിൽ മൂന്നാമത്തെ നോക്കൂ. പസന്തീദ ഏക് ഗർവാലേക്ക് ബാരേമേ ദോ ജുംലേ ലിഖിയേ. ഇഷ്ടപ്പെട്ട ഒരു വീട്ടിലുള്ള ഒരാളെക്കുറിച്ച് രണ്ട് ജുംല എഴുതുക. ഉദാഹരണം, മേരെ ദാദ ഗുഡിയ ലായേ ഹേ, എൻ്റെ ഉപ്പപ്പ ഗുഡിയനെ പാവക്കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേരി അമ്മി അച്ചി ഹേ, അതല്ലെങ്കിൽ മേരി അബ്ബ ഗുഡിയ ലായാ ഹേ, അല്ലെങ്കിൽ മേരി അമ്മി ദൂത് പിലാത്തി ഹേ. എന്താണോ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം അങ്ങനെയൊക്കെ എഴുതുക. സിമ്പിളായിട്ട് എഴുതിയാൽ മതി, അത്ര എഴുതിയാൽ മതി. ഇനി നോക്കൂ മൂന്നാമത്തെ ആക്ടിവിറ്റി. ദാനിഷ് കെ അബ്ബാജാൻ ബാസാർ സെ ഖൂബ്സൂറത്ത് ടോപ്പി ലായേ. ദാനിഷിൻ്റെ ഉപ്പ അങ്ങാടിയിൽ നിന്ന് മനോഹരമായിട്ടുള്ള ഒരു തൊപ്പി കൊണ്ടുവന്നു. ഷാം കോ നയി ടോപ്പി പഹൻകർ വോ അപ്നെ ദോസ്ത് രമേശ് കെ ഗർ ഗയ. വൈകുന്നേരം പുതിയ തൊപ്പി ധരിച്ച്, നയി ടോപ്പിനെ പുതിയ തൊപ്പി, പഹൻകർ ധരിച്ചിട്ട്, വോ അപ്നെ ദോസ്ത് രമേശ് കെ ഗർ ആയ, തൻ്റെ കൂട്ടുകാരൻ രമേശിൻ്റെ വീട്ടിലോട്ട് വന്നു. നയി ടോപ്പി ദേക്കർ രമേശ് പൂച്ഛനെ ലഗ. പുതിയ തൊപ്പി കണ്ടപ്പോൾ രമേശ് ചോദിക്കാൻ തുടങ്ങി. എന്താ ചോദിച്ചത്? അപ്പോൾ ഇവിടെ സംഭാഷണമാണ് തുടങ്ങുന്നത്. അപ്പം ഈ സംഭാഷണത്തിൻ്റെ ഒരു സ്റ്റൈൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ ഒരാൾ ചോദ്യം ചോദിക്കും, മറ്റൊരു ഉത്തരം പറയും, അങ്ങനെയാണ്. മിനിമം 2 പേര് വേണം. ഇവിടെ രമേശും ദാനിഷാണ്. അപ്പോൾ രമേശ് എന്താ ആദ്യം പറഞ്ഞു, അരേ ബായ്, പിന്നെ ബായ് ന ബ്രദർ, സഹോദര ആപ്കെ സെർ പർ ക്യാ ഹേ, നിന്റെ തലയിൽ എന്താ ഉള്ളത് എന്നാണ് ചോദിക്കണത്. സെർ പറഞ്ഞാൽ തല, സിർ എന്നും പറയും സെർ എന്നും പറയും, രണ്ടും പറയും. അപ്പോൾ ദാനിഷ് എന്താ പറയുക, മേരെ സർ പർ ടോപ്പി ഹേ അല്ലേ, അങ്ങനെ എഴുതിക്കൂടെ, അല്ലെങ്കിൽ ടോപ്പി ഹേ എന്ന് എഴുതിയാൽ, എൻ്റെ തലയിൽ തൊപ്പി എന്ന്, അല്ലെങ്കിൽ തൊപ്പിയാണെന്ന് എഴുതി, ടോപ്പി ഹേന്ന്. പിന്നെ രമേശ്, ഏ ടോപ്പി കോൻ ലായേ ഹേ, ഈ തൊപ്പി ആരാ കൊണ്ടുവന്നത്? അപ്പോൾ ദാനിഷ് എന്താ പറയുക, ഏ ടോപ്പി അബ്ബാജാൻ ലായേ ഹേ എഴുതാം. അപ്പോൾ രമേശ്, ഏ ടോപ്പി കഹാൻ സേ ലായേ, ഈ തൊപ്പി എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? കഹാം പറഞ്ഞാൽ എവിടെ, കോൻ പറഞ്ഞാൽ ആര്. അപ്പോൾ കഹാം സേ എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? ഏത് ബാസാർ സേ ലായേ ഹേ, അങ്ങാടിയിൽ നിന്നാണ് കൊണ്ടുവന്നത് വേണമെങ്കിൽ എഴുതാം. യെസ്. അപ്പോൾ ഏ ടോപ്പി ബാസാർ സേ ലായേ ഹേ. അപ്പോൾ ഈ സംഭാഷണം കംപ്ലീറ്റ് ആയി. ഇതൊരു 5 മാർക്കിൻ്റെ ആക്ടിവിറ്റി ആട്ടോ ഈ സംഭാഷണം. ഓരോ ആക്ടിവിറ്റി അങ്ങനെ തന്നെയാണ്.
യെസ്. ഇനി നോക്കൂ നാലാമത്തത്. രമേശ് തറയ്ക്ക് ജാൻവർ ഓർ പരിന്തോം കോ പാൽത്താത്ത. രമേശ് പലതരത്തിലുള്ള മൃഗങ്ങളെയും പക്ഷികളെയും, ജാൻവർ ആണ് ആനിമൽസ്, പരിന്താറ ബേഡ്സിനെയും അനിമൽസിനെയും പാൽത്താത്ത വളർത്തിയിരുന്നു. ഉൻകോ ദേഖ് കർ, ഇതിനൊക്കെ കണ്ടപ്പോൾ ദാനിഷ് ഖുഷി സെ ഗീത് ഗാനേ ലഗ, സന്തോഷം കൊണ്ടൊരു പാട്ട് പാടാൻ തുടങ്ങി. ഏതാണ്? ചിടിയാ സോയി കൗവാ സോയ मैना सोई तोता सोया, बिल्ली सोई कुत्ता सोया, गाय सोई बकरा सोया. അപ്പോൾ ഇതാണ് അവൻ പാടിയ പാട്ട്. അപ്പോൾ ഇത് പക്ഷികളെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചുള്ള പാട്ടാണ്, നമ്മൾ പഠിച്ച പാട്ട് തന്നെയാണ്. അപ്പോൾ ചോദ്യം എങ്ങനെയാണ്? ബച്ചോ, കുട്ടികളെ, ആപ് യേ ഗീത് തർണം സിഗായി, പാട്ട് ഈണത്തിൽ ചൊല്ലുക. ഇസ്മേ ചന്ദ് ജാൻവർ ഓർ പരിന്തോം കെ നാം ആയേ, കുറച്ച് മൃഗങ്ങളുടെയും പക്ഷികളെയൊക്കെ പേര് ഇതിൽ വന്നിട്ടുണ്ട്. ആപ് കിൻ കിൻ ജാൻവർ ഓർ പരിന്തോം കെ നാം ജാൻതേ, നിങ്ങൾക്ക് അതെല്ലാം മൃഗങ്ങളെയും പക്ഷികളും പേരെഴുതാൻ പറ്റും. ഉൻകു അലഗ് അലഗ് ഖാനോ മെലിക്ക്, അപ്പോൾ അത് രണ്ട് കോളായിട്ട് എഴുതുക. എങ്ങനെ? താഴെ പറഞ്ഞ പോലെ. ജാൻവർ പറഞ്ഞാൽ ഇവിടെ എഴുതുക മൃഗങ്ങൾ, പരിന്ത് പക്ഷികൾ ഈ കോളത്തിൽ എഴുതുക. അപ്പോൾ നിങ്ങൾ ഇതിൽ എഴുതേണ്ടത് എങ്ങനെ എഴുതേണ്ടത്? ഇതിൽ ഏതാണ്? ചിടിയ എന്നുള്ളത് ഇവിടെ എഴുതേണ്ടത്. ചിടിയ പറഞ്ഞാൽ കുരുവിയാണ്, അത് നമ്മൾ ബേഡ്സുകൾ പരിന്ത് ഇവിടെ എഴുതേണ്ടത്. പിന്നെ കവ്വ, അതും പരിന്ത് എന്നുള്ളിടത്ത് എഴുതേണ്ടത്. പിന്നെ മൈനക്കിളി, അതും അവിടെയാണ്. തത്തയും അവിടെയാണ് എഴുതേണ്ടത്. ബില്ലി പറഞ്ഞാൽ ആനിമലാണ്, പൂച്ച അല്ലേ, അത് നമ്മൾ ജാൻവർ എന്നുള്ളത് ഈ കോളത്തിലാണ് എഴുതേണ്ടത്. പിന്നെ കുത്ത എന്നുള്ളതും അവിടെ തന്നെയാണ്. ഗായ എന്നുള്ള പശു, അതും അവിടെ തന്നെ. ബക്കര ആട്. അപ്പോൾ ഇത് രണ്ടും കാറ്റഗറി ആയിട്ട് എഴുതുക കേട്ടോ. അതാണ്. ഇനി നോക്കുക, അതിൽ രണ്ടാമത്തെ. പസന്ദീദ കിസി ഏക് ജാൻവർ യാ പരിന്തേ കി തസ്വീർ ബനാക്കർ ഉസ്കെ ബാരെ മേ തീൻ ജുംല ലിഖിയെ, ഇഷ്ടപ്പെട്ട ഒരു മൃഗത്തെയോ അല്ലെങ്കിൽ പക്ഷിയുടെയോ ചിത്രം വരയ്ക്കുക. തസ്വീർ ബനാക്കർ, ചിത്രം വരച്ചിട്ട് ഉസ്കെ ബാരെ മേ തീൻ ജുംല ലിഖിയെ, അതിനെക്കുറിച്ച് 3 സെൻറ്റൻസ് ഉണ്ടാക്കുക. ഉദാഹരണം, യേ കുത്താഹെ, ഇത് കുത്തയാകുന്നു, നായയാകുന്നു. യേ മേരാ കുത്താഹെ, ഇത് എൻ്റെ നായയാകുന്നു. മേരാ കുത്ത ബാവ് ബാവ് കർത്താഹെ, എൻ്റെ നായ ബൗ ബൗ എന്നുള്ള ശബ്ദം ഉണ്ടാക്കുന്നു. മേരെ കുത്തേ ക രംഗ് കാലാഹെ, എൻ്റെ നായയുടെ നിറം കാല എന്ന ബ്ലാക്ക് ആകുന്നു. കളേഴ്സൊക്കെ നമ്മൾ പഠിച്ചതാണല്ലോ അല്ലേ? കാല, ലാൽ, സഫേദ്, പീല, നീല. അപ്പോൾ അത് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത് എന്താണ്? പിന്നെ ഈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മൃഗത്തിൻ്റെ ചിത്രം ഈ കള്ളിയിൽ വരച്ചിട്ട് അതിനെക്കുറിച്ച് ഇവിടെ എഴുതുക. അപ്പോൾ ഇവിടെ ഉദാഹരണം ഒരു നായ്ക്കുട്ടിൻ്റെ ചിത്രം ഉണ്ട്, ആ നായ്ക്കുട്ടിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നിങ്ങളും ഇവിടെ ശ്രമിച്ചു നോക്കുക. തത്തയെ കുറിച്ചോ പൂച്ചയെ കുറിച്ചോ ആടിനെ കുറിച്ചൊക്കെ എഴുതാം. അഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കൂ. ദാനിഷ് രമേശ് കെ घर से वापस जा रहा था എന്ന് വെച്ചാൽ ദാനിഷ് രമേശിൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് വരികയായിരുന്നു. രാസ്തേമേ വോ അപ്പിനെ ടീച്ചർ സെ മില, വഴി വെച്ചിട്ട് രമേശ് ദാനിഷ് തൻ്റെ ടീച്ചറെ കണ്ടുമുട്ടി. മിൽന മീറ്റ് ചെയ്യുക, അപ്പോൾ കണ്ടുമുട്ടി. ടീച്ചർക്കോ ദേഖ് കർ ദാനിഷ് പൂച്ചിനെ ലഗ, ടീച്ചറെ കണ്ടപ്പോൾ ദാനിഷ് എന്തോ ചോദിച്ചു. എന്താ ചോദിക്കാൻ തുടങ്ങിയത്? ഇവിടെയും സംഭാഷണമാണ്, ദാനിഷും ടീച്ചറും നമ്മളെ സംഭാഷണം. അപ്പോൾ ആദ്യം തന്നെ സംഭാഷണം തുടങ്ങുമ്പോൾ സാധാരണ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരാളെ കാണുമ്പോൾ ആദാബ് ടീച്ചർ അല്ലേ. ആദാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ അസ്സലാമു അലൈക്കും അല്ലെങ്കിൽ നമസ്കാരം അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞതിന് പകരം നമ്മൾ ഉറുദുവിൽ പറയുന്നത് ആദാബ് എന്നുള്ളതാണ്. അപ്പോൾ ആദാബ് ടീച്ചർ. അപ്പോൾ ടീച്ചർ എന്താ പറയുക? തിരിച്ചും ആദാബ് ദാനിഷ് എന്ന് പറയും അല്ലേ. അത് നിങ്ങളവിടെ ഇവിടെ പൂരിപ്പിക്കുക കേട്ടോ, ആദാബ് ദാനിഷ്. അപ്പം ടീച്ചർ വീണ്ടും എന്തൊക്കെ ചോദിക്കുന്നുണ്ട്. തും കേസേ ഹോ നീ അല്ലേ, ഹൗ ആർ യു, തും കേസേ ഹോ, ഹൗ ആർ യു. അപ്പോൾ ദാനിഷ് അല്ലേ ഐ ആം ഫൈൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. അപ്പോൾ ഉറുദുവിൽ മേം ടീക്ക് ഹൂം. ഒക്കെ അത് എഴുതാൻ കഴിയാത്ത കുട്ടികളുണ്ടെങ്കിൽ എന്നോട് വോയിസ് ഇട്ട് പറയണേ, ഞാൻ എഴുതി കാണിച്ചു കേട്ടോ എങ്ങനെ മേം ടീക്ക് ഹൂം എന്ന് എഴുതി. നിങ്ങൾ എഴുതിയതാണ് നിങ്ങളുടെ ബുക്കിൽ. പിന്നെ ടീച്ചർ തും കഹാം സെ ആത്തേ ഹോ, നീ എവിടുന്നാണ് വരുന്നത്? അപ്പോൾ ദാനിഷ് മേം രമേശ് കെ ഘർ സെ ആത്താഹും എഴുതാം, അല്ലെങ്കിൽ ഞാൻ അങ്ങാടിയിൽ നിന്ന് വരാം, ബാസാർ സെ ആത്താഹും, അങ്ങനെയൊക്കെ എഴുതാം കേട്ടോ. അത്രയേ ഉള്ളൂ, ആ സംഭാഷണം കഴിഞ്ഞു. ഓക്കെ. അപ്പം നോക്കൂ, ഇതിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഇത് എത്ര പറഞ്ഞു? നമ്മൾ 5 പ്രവർത്തനങ്ങൾ പറഞ്ഞു.